ഹലോ എല്ലാവർക്കും നമസ്കാരം. നാട്ടിൽ പോയ സമയത്തുള്ളൊരു വീഡിയോ ആണിത്. ഓട്ടോയിൽ പോകുന്ന ഒരു കല്യാണത്തിന് പയ്യാവൂർ ക്രിസ്ത്യൻ ചർച്ചിലാണ് കല്യാണം. ശ്രീയേട്ടൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളതാണ് കല്യാണം. ക്ലാസ്മേറ്റ് ഒന്നിച്ച് പഠിക്കുന്ന സമയം കണ്ടതല്ലാണ്ട് പിന്നെ ശ്രീയേട്ടൻ കാണുന്നത് ഇപ്പം അവരെ മോളെ കല്യാണത്തിന് അവർ വിളിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരോടും വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് പോകണ്ടേ, ഇവർ ഇങ്ങനെ ഒറ്റക്കാന്ന് പോകണ്ടേ ഫാമിലി ആയിട്ടോ പോകണ്ടേ എന്നൊക്കെ അറിയാതുകൊണ്ട് ശ്രീയേട്ടൻ വിളിച്ചപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളും പോയത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പോകാനൊരു മടി പോലെയല്ലേ. അങ്ങനെ ഞങ്ങളെ കൂട്ടിയിട്ട് പോകേണ്ട ഒരു ഇഷ്ടം കൊണ്ട് ശ്രീയേട്ടൻ അങ്ങനെ പോയതാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കൂടെ കൊണ്ടുപോകാനൊരിഷ്ടം, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ചേട്ടാ നിങ്ങളെ ഫ്രണ്ട്സെല്ലാം ഉണ്ടാവില്ലേ, നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലെ പണിയും തിരക്കെല്ലാം കാരണം ഭയങ്കര മടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടൻ അവരെ വിളിച്ച് കൺഫേം ചെയ്തു, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം, ഞാനത് ഗ്രൂപ്പിൽ പറയുമ്പോൾ പ്രത്യേകം പറയാത്തതുകൊണ്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളെ കൂട്ടിയിട്ട് പോകാനുള്ള ഒരു ഇഷ്ടം. ചിലവർ പറയില്ലേ ഹസ്ബൻഡ് എവിടെയും കൂട്ടിയിട്ട് പോവില്ല, പിന്നെ അങ്ങനെ പറയും, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ നേരെ തിരിച്ചു കേട്ടെ, ഒരു വിധം കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുപോകാൻ, എന്നെ മാത്രമല്ല മക്കളെയും നമ്മൾ ഒന്നിച്ച് പോകുന്നത്, അത് സന്തോഷം, അതൊരു വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലവർക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലേ. അപ്പോൾ ഈ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ താഴേന്ന് കൂടെ പഠിച്ചവരെ, ചേട്ടൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി, ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് താഴെ സംസാരിക്കുക, എന്നിട്ട് നമ്മൾ നേരെ തന്നെ മേലോട്ടേക്ക് വരുമായത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് കണ്ടപ്പോൾ ഇല്ലേ, എനിക്ക് ആ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. എനിക്ക് പണ്ടേ എങ്ങനെയാണ് മൊബൈൽ അല്ലെ ക്യാമറ ഇതെല്ലാം ഭയങ്കര വീക്ക്നെസ്. ഞാനൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഫോട്ടോ അല്ലെ വീഡിയോ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള കാണുമ്പം ഭയങ്കരമായിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇഷ്ടമാണ്. ഭയങ്കരം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂരിലെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് വരുമ്പം പറയുന്ന വേർഡാണ് കേട്ടോ ഭയങ്കരം എന്നുള്ളത്. അത് എല്ലാ സ്ഥലത്തൊന്നും ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഒരു വട്ടത്തിലുള്ള വലിയ പ്ലേറ്റ് എന്ന് പറയാൻ കഴിയില്ല, താലി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നിലയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നടുക്കൊരു മുരുടയിൽ മോരുകറി, പിന്നെ പോർക്ക്, ബീഫ്, മീൻ, അവിയൽ, പാവക്ക, എന്താ പാവക്ക എന്നറിയാം, മെഴുക്ക് വരട്ടിയാന്ന് തോന്നുന്നു, മെഴുക്ക് വരട്ടി, അങ്ങനെ എന്തൊക്കെ കറികളെല്ലാം വെറൈറ്റി. ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ പിന്നെ ഫുഡ് നല്ല വെറൈറ്റി ഫുഡല്ലേ. ഞാനിത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിന്ദു കല്യാണത്തിൻ്റെ കഴിച്ചിട്ടുണ്ട്. ജാതി പറയുന്നൊന്നും വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം, മുസ്ലിം കല്യാണത്തിൻ്റെ കഴിച്ചിട്ടുണ്ട്. മുസ്ലിം കല്യാണത്തിൻ്റെ ബിരിയാണി ഇഷ്ടം, എന്നാലും എനിക്ക് ഈ മൂന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ പിന്നെ വിളി വന്നപ്പോഴേ ശ്രീയേട്ടന് എനിക്കിഷ്ടമാണല്ലോ, അതുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമോ എനിക്ക് നാട്ടിൽ പോയിട്ട് നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് കൂടാൻ പറ്റിയല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഭക്ഷണമൊക്കെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ആദ്യം തന്നെ അവർ തരുന്നത് തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അത് ഓരോ സ്പൂൺ ഇടുന്നതിൽ വേണം കിട്ടരും തേങ്ങാച്ചോറ് തന്നെ. പിന്നെ തേങ്ങ ചിരവിയിട്ട് എന്താ പറയുക, പൊടിയരി പോലെ തന്നെ അതിനെ കൊണ്ടുള്ളത് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ മധുരമല്ല, ഉപ്പ് ടേസ്റ്റ് ഉള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് കട്ട്ലറ്റും സോസും ഒക്കെ വേണ്ടുന്ന എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അത്രയും ഐറ്റം കഴിക്കേണ്ടതല്ലേ. അപ്പോൾ പിന്നെ അത്രയാണ് ആദ്യം കഴിക്കുന്നത്. പിന്നെ അപ്പവും ചിക്കൻ കറി എന്നാൽ ചിക്കൻ കറി, പോർക്കാന്ന് പോർക്ക്, ബീഫാന്ന് ബീഫ് കേട്ടോ. പിന്നെ ഈ സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ടും ഉള്ളിയും വെച്ചിട്ടാണ്. നല്ല കളർ കാണുന്നില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചിമാർ ഇതുപോലെയില്ല വലിയ ആ പാത്രം നമ്മൾ കണ്ടില്ലേ താലി, അത് അവിടെ കൊണ്ടുവച്ചു. ഇതിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറുതുപോലെയുണ്ട് ആ താലി കാണുമ്പോൾ. ശരിക്കും പറഞ്ഞ ഒരു ടേബിൾ നിറയില്ല പോലത്തെ വലിയ താലിയാണ് കേട്ടോ. ആദ്യം നിങ്ങൾ കണ്ടില്ലേ ടേബിളിൽ ആദ്യം പേപ്പർ വിരിച്ചു, പിന്നെ ഇല വെച്ചു, അങ്ങനെ തന്നെ ആയിരിക്കില്ല സാധാരണ. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് കല്യാണം കൂടുന്നതെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നാട്ടിൽ എത്ര ഒരു വർഷത്തിൽ ഒരു കല്യാണം പോലും പോയാൽ നമുക്ക് കൂടാനൊന്നും പറ്റില്ല, എന്നാൽ അത് പോകുന്നതും കൂടുന്നതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോറ്, പിന്നെ അതിൻ്റെ മുകളിൽ എന്തോ ഒരു നെയ്യ് ഒഴിക്കണമെന്ന് ആറ്റം പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു കേട്ടോ. ഓരോരു ഇങ്ങനെ എന്തോ എന്ത് നെയ്യാണെന്നോ അത് അറിയില്ല, നെയ്യല്ലേന്ന് ഓർത്ത് ഒഴിച്ചോന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഈ
പോർക്ക മറ്റേ വരട്ടും പുല്ല് നെയ്യാന്ന് ഒന്ന സംഭവം ഒന്നും അറിയില്ല. അങ്ങനെ പിന്നെ പാവയ്ക്ക ഇതുപോലെ കണ്ട നല്ല സൂക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയ എന്തൊരു ടേസ്റ്റാണ് അതെന്നറിയാം. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനെല്ലാം വേറെ ഞാൻ പറഞ്ഞ നെയ്യായിപ്പ് ഇട്ടത് കേട്ടോ. പിന്നെ കോമ്പിനേഷനെല്ലാം നല്ലതാണ്, നല്ല കട്ടിയില്ല ടേസ്റ്റില്ല മോര് കറി. നമ്മൾ ആ സാമ്പാറിനേക്കാളും എനിക്ക് മോര് കറി തന്നെ ഇഷ്ടം കേട്ടോ സാമ്പാറിനേക്കാളും. പിന്നെ പിന്നെ പയറില്ലേ, എന്താ പറയുന്നത്, ബീൻസല്ല, സാധാരണ പയറില്ല, പച്ചപ്പയർ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ തോരൻ പോലത്തെ ഉണ്ടായി. പിന്നെ അങ്ങനെയാണ് മീനൊക്കെ ആ സമയത്ത് ഈ കപ്പലപകടം നടന്ന സമയമല്ലേ, അതുകൊണ്ട് അല്ലെങ്കിൽ മീനാണ് അവരുടെ അടുത്ത് ഉണ്ടാവുക, പുളിമുളക് കൂട്ട മീൻ. പിന്നെ അതാണ് ഉണ്ടാവുക, കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് ഈ ഉള്ളിയും തക്കാളി അങ്ങനെയൊന്നും ഇടാണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉള്ളിയും തക്കാളി ഇട്ടിട്ട് മീൻ മുളിച്ചിന് ഉണ്ടാക്കുക. ഇത് പിന്നെ അതുകൊണ്ട് ഉണക്ക മീനാണ് ഉണ്ടായത് കേട്ടോ. കപ്പലപകടം നടന്നതുകൊണ്ടായിരിക്കണം. നല്ല ടേസ്റ്റായിരുന്നു അതെ. പിന്നെ നല്ല കുറുകിയ പുളിയും മുളകൂട്ട ഉണക്കച്ചാറ്, പിന്നെ അവിയൽ, എല്ലാം വെവ്വേറെ എന്തോ ഒരു ഭയങ്കര കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവർ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ മേലെ പോയപ്പോൾ ശ്രീയേട്ടൻ്റെ ഫ്രണ്ട്സ് 2 പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ ശ്രീയേട്ടന് വേണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോ, നിങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ ആ സീറ്റ് ഉണ്ടാവില്ല അവിടെ ഇരിക്കാമല്ലോ. നാട്ടിലെല്ലാം ഈ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമല്ലേ. നല്ല ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒന്നിച്ചിരുന്നിട്ട് തന്നെ കഴിക്കാം, എന്നാലാണ് അതിൻ്റെ ഒരു എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനം പറഞ്ഞ് കഴിക്കണ്ടേ, അങ്ങനെ. അപ്പോൾ പിന്നെ കുറേ ചേച്ചിമാർ അവിടെ നിൽക്കുന്നുണ്ട്, ചേച്ചിമാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ടായി അവിടെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഓരോ സെറ്റായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത്, അങ്ങനെ അവരും ഇരിക്കുന്നുണ്ടായി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളവിടെ ഈ ഭക്ഷണമൊക്കെ വെച്ച സ്ഥലത്തോട്ട് പോയപ്പോൾ ഈ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായി. അപ്പോൾ അവരായിരുന്നു ഈ പോർക്ക് ഫ്രൈ ചെയ്തത്. എനിക്കതിൻ്റെ മലയാളം പേര് ഞാൻ പറയാനൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് പറയാത്തത്. അത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, കോരി കൊടുക്കുകയെല്ലാം ചെയ്യായിരുന്നു കേട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കുമായിരുന്നു പിന്നെ എത്ര കിലോ ആണ്. അപ്പോൾ പറയുന്നത് 75 കിലോ ആണ്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഇതാ തൃപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്ററിംഗ് സർവീസുകാരാണ് അത്. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ അഡ്രസ്സെല്ലാം തന്നു കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്കും അവരെ ഫുഡ് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഓരോ ടീ ആണ്, മിൻറ്റ് ടീ, പൈനാപ്പിൾ ടീ, മറ്റേ എന്താണ് ഗ്രേപ്പ് ടീ, മുന്തിരീൻ്റെ. പിന്നെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ജിഞ്ചർ ടീ, പിന്നെ ബ്ലാക്ക് ടീനെ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അപ്പം ഞങ്ങൾ അവിടുന്ന് ഞാൻ കുടിച്ചത് ഗ്രേപ്പ് ടീ ആണ്. ശരിക്കും മുന്തിരി ചാറെടുത്തിട്ട് ചൂടാക്കിയ പോലെ ഒരു ഫീല്. ടീ എന്ന് പറഞ്ഞാൽ ചായപ്പൊടിയൊന്നും ഇടില്ല തോന്നുന്നല്ലേ, എന്നാണ് സംഭവം എനിക്ക് അത്രയ്ക്ക് അറിയില്ല. പിന്നെ സാധാരണ എല്ലാവർക്കും കാണുന്നതും അറിയുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ താഴെ വന്നു. അപ്പോൾ താഴെ ഇവരെ ക്രിസ്ത്യൻ കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം, കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു താഴെ ഒരു ഓഡിറ്റോറിയത്തിൽ. അവിടെയാണ് ഞങ്ങൾ വന്നിരുന്നത്. എന്നിട്ട് പിന്നെ ശ്രീയേട്ടൻ്റെ ഫ്രണ്ടിനെ, അതായത് ആ ശ്രീയേട്ട അവർ SCS കോളേജിലാണ്, ശ്രീയേട്ട ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതാണ്, ആ ബാച്ചിലുള്ളതാണ് പിന്നെ ഈ ചേട്ടൻ. അപ്പോൾ തമ്മിൽ കണ്ട് അവരന്ന് എത്രയോ വർഷത്തിന് ശേഷം കാണുന്നില്ലേ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക്. ഇതാണ് അവരുടെ മോനും മോൻ്റെ ഭാര്യയും. അപ്പോൾ അങ്ങനെ അവരോടെല്ലാം സംസാരിച്ച് അവരെ വൈഫൊക്കെ വന്ന് പരിചയപ്പെട്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ കണ്ണനോട് പറഞ്ഞാൽ കണ്ണൻ എടുത്തു തരുമല്ലോ ചെയ്യും, പക്ഷേ അവന് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് പിന്നെ അവൻ എടുത്തില്ല. ഇതാണ് അവരുടെ ആ ചേട്ടനും മോനും ഭാര്യയും ചേട്ടൻ്റെ വൈഫ് വന്നത്. ആ ഗ്രീൻ കളർ ഒരേപോലത്തെ ഷർട്ടും സാരിയും എടുത്തിട്ടുണ്ടല്ലേ അവർ. എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് വന്നു. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം വീക്ക്നെസ് ആണല്ലോ എൻ്റെ. അപ്പോൾ നല്ല ഒറിജിനൽ ഫ്രൂട്ട് ഐസ്ക്രീം അതും കഴിച്ച്. ഇതവിടുത്തെ പള്ളിയാന്ന് തന്നെ തോന്നുന്നു, എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോകുന്നത്, ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പയ്യാവൂരാണ് കേട്ടോ സ്ഥലം. അപ്പം നാട്ടിൽ പോയ സമയത്ത് എൻജോയ് ചെയ്തൊരു കാര്യം പറയുന്നത് എല്ലാവരും ഇപ്പോൾ വീഡിയോകളെല്ലാം കാണും. നിങ്ങളെന്ത് മെസ്സേജാണ് ഈ വീഡിയോ വഴി കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാരുണ്ട് വൈഫിനെയും കൂട്ടിയിട്ട് കുറേ കല്യാണം കഴിഞ്ഞ് കുറേ കാലമൊക്കെ കഴിയുമ്പോൾ വൈഫിനെയും കൂട്ടിയിട്ട് പോകാൻ ഇഷ്ടമല്ലാത്തവർ, അങ്ങനെയില്ല ഇവർക്ക് വേണ്ടിയുള്ള മെസ്സേജ്.